പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ LDC എക്സ് സർവീസ്മാൻ 2021 മലയാള എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, നീതിയെ സംബന്ധിക്കുന്നത് എന്ന് പറയുന്നത് നൈതികമാണ്. നീതിയെ സംബന്ധിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ്? നൈതികമാണ്. ഏതാണ് നൈതികം? നമുക്കറിയാം, ഒറ്റപ്പദങ്ങളിൽ തേജസ്സിനെ സംബന്ധിച്ചത് എന്നുള്ളത് ഏതാണ്? തൈജസമാണ്. തേജസ്സിനെ സംബന്ധിച്ചത് തൈജസമാണ്. ദിതിയുടെ പുത്രൻ ആരാണ്? ദൈത്യനാണ്. ആരാണ് ദിതിയുടെ പുത്രൻ? ദൈത്യനാണ്. ദേഹത്തെ സംബന്ധിച്ചത് ദൈഹികമാണ്. ധിഷണയെ സംബന്ധിച്ചത് ധൈഷണികമാണ്. ഗുരുവിന്റെ ഘാതകനെ പറയുന്ന പേരെന്താ? ഗുരുഘാതി എന്നാണ് പറയുന്നത്. ഗുരുവിന്റെ ഘാതകൻ ഗുരുഘാതി എന്നാണ് പറയുന്നത്. ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രധാനമാണ്. ഭൂമിയെ സംബന്ധിച്ചല്ലാത്തത് അഭൗമമാണ്. ഏതാണ്? അഭൗമമാണ്. ഭൂമിയെ സംബന്ധിച്ചല്ലാത്തത്. വാതിൽ കാവൽക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? വേത്രവതിയാണ്. വാതിൽ കാവൽക്കാരി വേത്രവതിയാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. എന്താണ്? അവസാനിപ്പിക്കുക. എന്താണ്? അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ധനാശി പാടുക എന്ന് പറയുന്നത്. ആളുവില കല്ലുവില എന്ന് പറഞ്ഞാൽ എന്താ? ആളിന്റെ പദവിക്ക് സ്ഥാനമാണ് ആളുവില കല്ലുവില. കേമദ്രുമയോഗം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ദൗർഭാഗ്യം. സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? നീക്കുപോക്കില്ലാത്തത്. താപ്പാന എന്ന് പറഞ്ഞാൽ എന്താ? പരിചയസമ്പന്നൻ. ഒന്നുകൂടെ പറയാം, ആളുവില കല്ലുവില എന്ന് പറഞ്ഞാൽ ആളിന്റെ പദവിക്ക് സ്ഥാനം. കേമദ്രുമയോഗം എന്ന് പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യം. സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞാൽ നീക്കുപോക്കില്ലാത്തത്. താപ്പാന എന്ന് പറഞ്ഞാൽ എന്താ? പരിചയസമ്പന്നൻ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. എ, എനിക്ക് 10 തേങ്ങകൾ വേണം. ബി, എനിക്ക് 10 തേങ്ങ വേണം. സി, എനിക്ക് 10 തേങ്ങകളാണ് വേണ്ടത്. ഡി, എനിക്ക് 10 തേങ്ങകളോളം വേണം എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അതിൽ ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് 10 തേങ്ങ വേണം എന്നുള്ളതാണ് ഉത്തരം. എനിക്ക് 10 തേങ്ങ വേണം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 94ാമത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യം, ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഉത് അധികം നമ്രമാണ് ഉന്നമ്രം. ഓക്കെ അല്ലേ? ഉത് അധികം നമ്രം. പിരിച്ചെഴുതുമ്പോൾ ത്വങ്മാംസം എന്നുള്ളത് പിരിച്ചെഴുതിയാൽ ത്വക്ക് അധികം മാംസം വരുന്നു. ത്വക്ക് അധികം മാംസം. നിരാഹാരം എന്നുള്ളത് പിരിച്ചെഴുതിയാൽ നി അധികം ആഹാരം. അബ്ജം എന്നുള്ളത് പിരിച്ചെഴുതിയാൽ അപ് അധികം ജം ആണ്. അപ് അധികം ജം. തത്രൈവ എന്നുള്ളത് പിരിച്ചെഴുതിയാൽ തത്ര അധികം ഏവയാണ്. അടുത്ത ചോദ്യം 95. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. മേഷമുണ്ട്, കച്ചപമുണ്ട്, മരാളമുണ്ട്, മണ്ടൂകമുണ്ട്. ഉത്തരം ഏതാണ്? കച്ചപമാണ് ആമയുടെ പര്യായമായി വരുന്ന പദം. കച്ചപം. മേഷം എന്ന് പറഞ്ഞാൽ ആടാണ്. മരാളം എന്ന് പറഞ്ഞാൽ എന്താണ്? അരയന്നമാണ്. മരാളം അരയന്നമാണ്. മണ്ടൂകം എന്ന് പറഞ്ഞാൽ തവളയാണ്. 96ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 6ാമത്തെ ചോദ്യം, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിന്റെ യഥാർത്ഥ പരിഭാഷ ഏത്? ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നുള്ളതിന്റെ മലയാളം പരിഭാഷ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള പരിഭാഷ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വൺ സ്വാലോ ഡസ് നോട്ട് മേക്ക് എ സമ്മർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോഴി കൂവിയാൽ നേരം പുലരില്ല എന്നുള്ളതാണ് അർത്ഥം. എന്താണ്? വൺ swallow does not make a summer.
വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. എ ഹയർഡ് ഹോഴ്സ് ടയർഡ് നെവർ. കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലി എന്നുള്ളതാണ് അർത്ഥം. എ ഹയർഡ് ഹോഴ്സ് ടയർഡ് നെവർ. കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലി. 97ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 7ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അധ്യാപകർ. അധ്യാപകർ എന്ന് പറയുന്നത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. കവികൾ എന്ന് പറയുന്നത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. ശിഷ്യന്മാർ എന്ന് പറയുന്നത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ സ്വാമികൾ എന്ന് പറഞ്ഞാൽ അത് ഏകവചനമാണ്. സ്വാമികൾ എന്ന് പറയുന്നത് ഏകവചനമായതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്വാമികൾ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ശല്യർ, തിരുവടികൾ, തീർത്ഥപാദർ എന്നിവരെ നമ്മൾ ഏത് ബഹുവചനത്തിലാണ് പെടുത്തുന്നത്? പൂജക ബഹുവചനത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു. കലങ്ങൾ, ഇലകൾ, നാടുകൾ എന്നിവയെ നമ്മൾ നപുംസക ലിംഗ ബഹുവചനത്തിൽ നമ്മൾ പെടുത്തുന്നതാണ്. ജനങ്ങൾ, അധ്യാപകർ, കുട്ടികൾ എന്നിവരെ നമ്മൾ അലിംഗ ബഹുവചനത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അവരജൻ. അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏത്? അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്രജൻ, ആത്മജൻ, അനുജൻ, അന്തണൻ എന്നിവയാണ് ഉത്തരങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. അവരജൻ എന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ഏതാണ്? അഗ്രജനാണ് വിപരീതമായിട്ട് വരുന്നത്. ഏതാണ്? അഗ്രജനാണ് വിപരീതമായിട്ട് വരുന്നത്. വിപരീത പദം നോക്കാം. കടിഞ്ഞൂൽ വിപരീതം ഏതാ? കടശി. കടിഞ്ഞൂൽ കടശിയാണ്. ലഘിമയുടെ വിപരീതം എന്ന് പറയുന്നത് ഗരിമയാണ്. ലഘിമ ഗരിമ. കാടൻ എന്നുള്ളതിന്റെ വിപരീതം എന്ന് പറയുന്നത് നാടനാണ്. ഒളിവ് വിപരീതം തെളിവാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 99ാമത്തെ ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഉദ്ഗ്രഥിതം, 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 ഉദ്ഗ്രഥിതം എന്നിവരാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ഉദ്ഗ്രഥിതമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് തെറ്റും ശരിയും നമുക്ക് നോക്കാം. അണുവായുധം തെറ്റാണ്, അണ്വായുധമാണ് ശരി. അണുവായുധം തെറ്റ്, അണ്വായുധം ശരി. അഖണ്ഡം. അഖണ്ഡം എന്നുള്ളതിന്റെ ഈ ഒരു ഖണ്ഡം മാറ്റിയിട്ട് അഖണ്ഡം എന്നുള്ളതാക്കി മാറ്റണം. മഠയൻ തെറ്റാണ്, മഠയൻ പരം മടയനാണ് ശരി. മഠയൻ തെറ്റ്, മടയനാണ് ശരി. ലുബ്ധനില് എന്താണ്? ഏത് ധായാണ് വരേണ്ടത്? ഈ ധായാണ് വരേണ്ടത്. ലുബ്ധൻ ഇതാണ് ശരി. അരാജകത്വം എന്നുള്ളതിന് പകരം അരാജകത്വം എന്നുള്ളതാണ് ശരി. അപ്രമാദിത്വം എന്നുള്ളതിന് പകരം അപ്രമാദിത്വം എന്നുള്ളതാണ് ശരി. കാർമികത്വം എന്നുള്ളതിന് പകരം കാർമികത്വം എന്നുള്ളതാണ് ശരി. ഓക്കെ അല്ലേ? കോമാളിത്വം എന്നുള്ളത് തെറ്റാണ്, കോമാളിത്വമാണ് ശരി. ഓക്കെ അല്ലേ? അതിനോടകം എന്നുള്ളത് തെറ്റാണ്, അതിനകം എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ മതിയാകും. അനാച്ഛാദനം എന്നുള്ളതിനകത്ത് ഈ ച എന്ന് പറയുന്നത് ചായും ഇച്ഛായും കൂടെ ചേരുന്നതാണ് ച വരുന്നത്. അജഗജാന്തര വ്യത്യാസം എന്നുള്ളത് നമ്മൾ അത്രയും ഇതായിട്ട് പറയേണ്ട. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ ഉത്തരം ശരിയായിരിക്കും. അപാകത എന്നുള്ളത് തെറ്റാണ്, അപാകം എന്നുള്ളതാണ് ശരി. അന്ധക്കരണം അല്ലെങ്കിൽ അന്ധക്കരണം എന്നുള്ളതിന് ഉത്തരം എന്ന് പറയുന്നത് അന്ധകരണം. അന്ധകരണം എന്നുള്ളതാണ് ഉത്തരം. അന്ധഛിദ്രം എന്നുള്ളത് എഴുതുമ്പോൾ അന്ധഛിദ്രം എന്നുള്ളത് പറയണം. അധപതനം എഴുതുമ്പോൾ അധപതനം പറയണം, അല്ലെങ്കിൽ അധപതനം എന്നുള്ള ഇവിടെ രണ്ട് കൂത്തിട്ട് കാണിക്കണം. ഓക്കെ. അനുവർത്തി എന്ന് നമ്മൾ പറയാറില്ല, അനുവൃത്തി എന്നാണ് പറയുന്നത്. അനുവർത്തി പറയാറില്ല, അനുവൃത്തിയാണ് പറയുന്നത്. അനസ്യൂതം എന്നുള്ളത് നമ്മൾ പറയാറില്ല, അനസ്യൂതമാണ് പറയുന്നത്. അധ്യക്ഷം പറയാറില്ല, അധ്യക്ഷ്യം എന്നുള്ളതാണ് പറയുന്നത്. ആഡംബരം എന്നുള്ളത് തെറ്റാണ്, ആഡംബരമാണ് ശരി. ഡ. ഉദ്ദിഷ്ടമായ എന്നുള്ളതിന് പകരം ഉദ്ദിഷ്ടമായ എന്നുള്ളത് പറഞ്ഞാൽ മതിയാകും. ഉച്ഛിഷ്ടം എന്നുള്ളതിന് പകരം ഉച്ഛിഷ്ടം, ടായാണ് വരേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട എന്നുള്ളതിന് പകരം ഉത്തരവാദപ്പെട്ട എന്ന് പറഞ്ഞാൽ മതിയാകും. ഉദ്ബോധനം എന്നുള്ളതിന് പകരം ഉദ്ബോധനമാണ് ശരി. ഉദാരവൽക്കരിക്കുക എന്നുള്ളത് പകരം ഉദാരീകരിക്കുക എന്നുള്ളതാണ് ശരി. കണ്ടുപിടിത്തം എന്നുള്ളത് തെറ്റാണ്, പിടുത്തമാണ് ശരി. കണ്ടുപിടുത്തം തെറ്റ്, കണ്ടുപിടുത്തമാണ് ശരി. കത്തിജ്വലിക്കുക എന്നുള്ളത് എന്താണ്? രണ്ട് ജാ കൂട്ടി ജ്വ പറയേണ്ടതാണ് കത്തിജ്വലിക്കുക എന്നുള്ളതിന്. കവയത്രി അല്ലെ, കവയത്രി എന്നുള്ളത് നൽകിയിരിക്കുന്ന ഉത്തരം കവയിത്രിയാണ് ശരിയായിട്ട് വരുന്നത്. കവയിത്രി. കാൽവെപ്പ് ഉത്തരം കാൽവയ്പാണ് ശരി. കുഷ്മാണ്ഡം എന്നുള്ള തെറ്റ്, കുഷ്മാണ്ഡമാണ് ശരി. ഗൂഢാലോചന തെറ്റാണ്, ഗൂഢാലോചന എന്നുള്ളതാണ് ശരി. ഓക്കെ അല്ലേ? ഉത്തരം നോക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഭഗിനി
എന്ന പദത്തിന്റെ, ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം ഏതാണ്? ഭ്രാതാവാണ്. ഏതാണ്? ഭ്രാതാവാണ് ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം, ഭ്രാതാവ്. നമുക്ക് ചില പുല്ലിംഗവും സ്ത്രീലിംഗവും നോക്കാം. സഖാവിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് സഖിയാണ്. സഖാവ് സഖി. ജനയിതാവ് ജനയിത്രിയാണ്. ജനയിതാവ് ജനയിത്രി. സമ്പാദകൻ സമ്പാദിക. സമ്പാദകൻ സമ്പാദിക. ബ്രാഹ്മണൻ ബ്രാഹ്മണി. ബ്രാഹ്മണൻ ബ്രാഹ്മണി. അധ്യേതാവ് അധ്യേത്രി. അധ്യേതാവ് അധ്യേത്രി. അഭിഭാഷകൻ അഭിഭാഷിക. അഭിഭാഷിക. ഗവേഷകൻ ഗവേഷിക. ഗവേഷിക. പരിഭാഷകൻ പരിഭാഷിക. പാചകൻ പാചിക. പാചകയാണ്. പാചകൻ പാചക. പാചിക. പാചകൻ പാചിക. പുണ്യവാളൻ പുണ്യവാളത്തി. പ്രവർത്തകൻ പ്രവർത്തിക. പ്രവർത്തിക. പ്രവാചകൻ പ്രവാചിക. രക്ഷകൻ രക്ഷിക. മനുഷ്യൻ മനുഷി. മനുഷ്യൻ മനുഷി. പിന്നെ ഭ്രാതാവ് സ്വസ്താവ്. ഭ്രാതാവ് സ്വസ്താവ്. ചാക്യാർ ഇല്ലൊടമ്മ. ചാക്യാർ ഇല്ലൊടമ്മ. അപരാധി അപരാധിനി. അപരാധി അപരാധിനി. ഇടയൻ ഇടയത്തി. ഇടയൻ ഇടയത്തി. ഊരാളി ഊരാട്ടി. ഊരാളി ഊരാട്ടി. എംബ്രാൻ എംബ്രാട്ടി. എംബ്രാൻ എംബ്രാട്ടി. കൈമൾ കുഞ്ഞമ്മ. കൈമൾ കുഞ്ഞമ്മ. കർത്താവ് കർത്രി. കർത്താവ് കർത്രി. കണിയാൻ കണിയാട്ടി. കണിയാൻ കണിയാട്ടി. ഘാതകൻ ഘാതകി. ഘാതകൻ ഘാതകിയാണ്. ദൂതൻ ദൂതിയാണ്. ദൂതൻ ദൂതി. ധൈര്യശാലി ധൈര്യശാലിനിയാണ്. ധൈര്യശാലി ധൈര്യശാലിനി. നരൻ നാരി. നരൻ നാരി. നേത്രാവ് നേത്രിയാണ്. നേത്രാവ് നേത്രി. ശ്രോതാവ് ശ്രോത്രിയാണ്. ശ്രോതാവ് ശ്രോത്രി. നുണയൻ നുണച്ചി. നുണയൻ നുണച്ചി. പിതാമഹൻ പിതാമഹി. പിതാമഹൻ പിതാമഹി. പൗരൻ പൗരി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യമായിരുന്നു 2021 നടന്ന LDC എക്സ് സർവീസ്മാന്റെ ചോദ്യത്തിൽ മലയാള ചോദ്യങ്ങളായിട്ട് വന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത മലയാളം ചോദ്യപേപ്പറുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.